2024 കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ഏറെ ആരാധനായ ശ്രീരാമചന്ദ്ര കടലപ്പണി പട്ടദീപം പൂർത്തി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടെ ഏറെ ആദരവോടെ കണ്ണൂരിന്റെ പ്രിയങ്കരനായ മന്ത്രിയെ ഏറെ സ്നേഹത്തോടെ ഉദ്ഘാടന ഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. നല്ലൊരു പേരോട് നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഗുരുസാഗര സംഗീത ധ്വനികളുണ്ട്. ആത്മഹർഷം നിറഞ്ഞ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മറ്റ് ക്ഷണിക്കുന്നവരെ എല്ലാം എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും. ഗുരുദേവ ദർശനങ്ങൾക്ക് പ്രാമുഖ്യവും പ്രാധാന്യവും അനുദിനം വർദ്ധിച്ചു വരികയാണ്. കാലാതീതമായി അത് അതിജീവനത്തിൻ്റെ കരുത്തുമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് ഗുരുദേവ ദർശനത്തിൻ്റെ കരുത്ത്. ആ ദർശനത്തിൻ്റെ ആത്മബോധം ലോകത്തിൻ്റെ എവിടെയും സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന ജനങ്ങൾ സമാധാനപൂർവ്വം അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന പ്രവിശാലമായ മനസ്സ്, ഇതെല്ലാം നിങ്ങൾ ഞാൻ കാണുകയാണ്. എന്തുകൊണ്ടാണ് ഗുരുദേവ ദർശനങ്ങൾക്ക് ഈ പ്രാധാന്യം? ആ ഗുരുദേവ ദർശനങ്ങൾ നിരവധി ഉത്കൃഷ്ടമായ ഭാവഭാവാദികൾ ഉൾക്കൊള്ളുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതികളാണ്. ആ സന്ദേശം സമാധാനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, മാനുഷികതയുടെ, മതേതരബോധത്തിൻ്റെ, വൈജ്ഞാനികതയുടെ, അങ്ങനെ നിരവധി ഉത്കൃഷ്ടമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ആ മഹാചൈതന്യം ഇന്ന് സചേതനമായി നിൽക്കുകയാണ്. ഈ സംഗമത്തിൽ വെച്ച് നമ്മുടെ ബഹുമാന്യനായ അരയാക്കണ്ടി സന്തോഷിന് ഗുരുദേവൻ്റെ നാമധേയത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ കർമ്മപഥങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾ എവിടെയും സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് സാന്നിധ്യത്തിൽ ഈ ഗുരുസാഗര പുരസ്കാരം നമ്മുടെ എല്ലാം തന്നെ പ്രിയങ്കരനായ ബഹുമാന്യനായ ശ്രീ അരയാക്കണ്ടി സന്തോഷിൻ്റെ കയ്യിൽ സ്നേഹാദരപരസരം ഭക്ത്യാദരപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കൂടി നിർവഹിച്ചതായി ഞാൻ വിനയപരസരം അറിയിക്കുന്നു. ഗുരുദേവൻ്റെ പാവനമായ ഓർമ്മയിൽ പ്രണമിക്കുന്നു. SNDP യോഗത്തിൻ്റെ അനിഷേധ്യ നേതാവാണ് അദ്ദേഹം. ഈ മലബാറിലും അദ്ദേഹം SNDP യോഗത്തിൻ്റെ ഇന്നുവരെ എനിക്ക് തോന്നുന്നു ഇന്നുവരെ ഇത്തരം ഒരു വലിയ നേതാവ് ഈ മലബാർ ഏരിയയിൽ ഉണ്ടായിട്ടില്ലാവില്ല എന്നാണ്. ശ്രീ അരയക്കണ്ടി സന്തോഷ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെയും ഉള്ളിൽ ഒരു ഹരം ഉണർത്തുന്നതാണ്. അരയാക്കണ്ടി സന്തോഷ് എന്ന് തികച്ചും ആൾക്കാർ പറയുന്നില്ല. ശ്രീ അരയാക്കണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ആ കൊച്ചു തലശ്ശേരിയിലെ കൊച്ചു ഗ്രാമത്തിൻ്റെ പേരിൽ തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഗുരു സ്വാഗത പുരസ്കാരം 2024 മഹനീയമായ ചടങ്ങാണ് വേദി നടന്നുകൊണ്ടിരിക്കുന്നത്. അവാർഡ് ജേതാവ് അരയാക്കണ്ടി സന്തോഷ് പ്രവർത്തിച്ച് ഏറെ സ്നേഹത്തോടെ ഈ ഒരു ചടങ്ങ് കണ്ണൂരിന്റെ ജനകീയ മന്ത്രി ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ ഏറെ സ്നേഹത്തോടെ നിർവഹിക്കുന്നു. ഗുരു സ്വാഗത പുരസ്കാരം 2024 പുരസ്കാര സമർപ്പണ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി പ്രശസ്തി പത്രമാണ് ഭക്തി സംഘടന വൈസ് പ്രസിഡന്റ് ശ്രീ PK രാജേന്ദ്രൻ അവர்களാണ് പുരസ്കാരം പ്രശസ്തി പത്രം നൽകുന്നത്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെയും ഈ ചടങ്ങിൽ ഹർഷ ആരവത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം.